ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വാട്ടറിൻ്റെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ്. മെയിനായും വാട്ടറിൻ്റെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 8 പാരാമീറ്റേഴ്സാണ്. അവയാണ് സോളിഡ്സ്, pH ഓഫ് വാട്ടർ, ഹാർഡ്നെസ്, ക്ലോറൈഡ് കണ്ടന്റ്, നൈട്രജൻ കണ്ടന്റ്, മെറ്റൽസ് ആൻഡ് കെമിക്കൽ സബ്സ്റ്റൻസ്, ഡിസോൾവ്ഡ് ഗ്യാസസ് and biochemical oxygen demand or BOD. Means ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് വാട്ടറിൻ്റെ കെമിക്കൽ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതിൽ ഓരോ പാരാമീറ്റേഴ്സിനെയും കുറിച്ച് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ പാരാമീറ്റേഴ്സ് ആണ് സോളിഡ്സ്. 3 types of solids are measured in water. 1 ടോട്ടൽ സോളിഡ്സ്, 2 സസ്പെൻഡഡ് സോളിഡ്സ്, 3 ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്. ഇതിൽ ഒന്നാമത്തെ ടോട്ടൽ സോളിഡ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, ടോട്ടൽ സോളിഡ്സ് ക്യാൻ ബി ഫൗണ്ട് ബൈ ഇവാപ്പറേറ്റിംഗ് എ സാമ്പിൾ ഓഫ് വാട്ടർ ആൻഡ് വേവിംഗ് ദ ഡ്രൈ റെസിഡ്യൂ ലെഫ്റ്റ്. ഒരു സാമ്പിൾ വാട്ടർ എടുക്കും, അതിനെ ഇവാപ്പറേറ്റ് ചെയ്യും, എന്നിട്ട് അതിൽ ബാലൻസ് ആയി നിൽക്കുന്ന റെസിഡ്യൂവിന്റെ വെയിറ്റ് എടുക്കും. ആ ഒരു പ്രൊസീജിയറിലാണ് ടോട്ടൽ സോളിഡ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് സസ്പെൻഡഡ് സോളിഡ്സ്. സസ്പെൻഡഡ് സോളിഡ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വാട്ടറിനെ ഫിൽട്ടർ ചെയ്തിട്ടാണ്, എന്നിട്ട് അതിന്റെ റെസിഡ്യൂ വെയിറ്റ് ചെയ്തിട്ടാണ് സസ്പെൻഡഡ് വാട്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സസ്പെൻഡഡ് സോളിഡ്സ് ഇൻ വാട്ടർ കണ്ടുപിടിക്കുന്നത്. ഇതിൽ ഫൈനൽ വെയിറ്റ് ഓഫ് ഫിൽട്ടർ പേപ്പർ ആഫ്റ്റർ ഓവൻ ഡ്രൈയിങ് അറ്റ് 103 ഡിഗ്രി സെൽഷ്യസ് ഫോർ 4 to 5 hours. ഇത്രയും ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഫിൽട്ടർ പേപ്പറിനെ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തേർഡ് ടൈപ്പ് ഓഫ് സോളിഡ്സ് ആണ് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്. ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സിൽ കൊളോയിഡൽ സോളിഡ്സും അടങ്ങിയിട്ടുണ്ടാവും, ഡിസോൾവ്ഡ് സോളിഡ്സും അടങ്ങിയിട്ടുണ്ടാവും. ഇത് മെഷർ ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ആദ്യം തന്നെ നമ്മൾ ഫിൽട്ടർ ചെയ്യും, എന്നിട്ടാണ് അതിനെ ഹീറ്റ് ചെയ്ത് 4 to 5 hours 103 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്ത് ഫൈനൽ വെയിറ്റ് എടുക്കുന്നത്. ഈ ഒരു പ്രൊസീജിയറിലാണ് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്, ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 500 mg per liter or 500 ppm. അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയുന്ന പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ 500 to 1000 ppm. ഈ ഒരു റേഞ്ചിലാണ് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് സ്റ്റാൻഡേർഡ് രീതിയിൽ കാണപ്പെടേണ്ടത്. ഇത്രയുമാണ് ഒന്നാമത്തെ പാരാമീറ്ററായ സോളിഡ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. കെമിക്കൽ വാട്ടർ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ പാരാമീറ്റേഴ്സ് ആണ് pH വാല്യൂ ഓഫ് വാട്ടർ. pH വാല്യൂ ഓഫ് വാട്ടർ ഇൻഡിക്കേറ്റ് ഹൈഡ്രോജൻ അയൺ കോൺസെൻട്രേഷൻ ഇൻ വാട്ടർ. വാട്ടർ ട്രീറ്റ്മെന്റ് ഈസ് pH സെൻസിറ്റീവ്. pH വാല്യൂ കണ്ടുപിടിക്കുന്നതിലൂടെ ആ വാട്ടറിന്റെ നാച്ചർ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഐദർ ഇറ്റ് ഈസ് അസിഡിക് ഓർ ബേസിക് ബൈ നോയിങ് pH വാല്യൂ. Chemical dose required to treat the water depend upon pH value. That is, cost of the treatment also depend upon pH value. അപ്പം pH value അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന പ്രോസസ്സിൽ. If pH value is greater than 7, it is alkaline. If pH value is less than 7, it is acidic. ഇതാണ് pH വാല്യൂയുടെ അസിഡിക്കിനെയും ബേസിക്കിനെയും വേർതിരിക്കുന്ന റേഞ്ച്. മെഷർമെന്റ് ഓഫ് pH is done in 4 ways. ഒന്ന് pH പേപ്പർ, അതൊരു അപ്രോക്സിമേറ്റ് രീതി മാത്രമാണ്. സെക്കൻഡ് ഈസ് ടൈട്രോമെട്രി, ഇറ്റ് ഈസ് എൻ ഔട്ട്ഡേറ്റഡ് മെത്തേഡ്. തേർഡ് ഈസ് പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡ്, ദാറ്റ് ഈസ് pH മീറ്റർ മെത്തേഡ്. ഇറ്റ്സ് എ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസ് മെഷർ pH വാല്യൂ വെരി ആക്യുറേറ്റ്ലി ഇൻ നോ ടൈം. വളരെ ആക്യുറേറ്റ് ആയിട്ടും പെട്ടെന്നും നമുക്ക് റിസൾട്ട് കിട്ടാവുന്ന ഒരു മെത്തേഡാണ് പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡ്. നാലാമത്തെ മെത്തേഡാണ് കൊളോറിമെട്രിക് മെത്തേഡ്. ഈ 4 മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് pH വാല്യൂ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ഐ ആം ഡിസ്കസിങ് അബൌട്ട് അസിഡിറ്റി. അസിഡിറ്റി എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് വാട്ടർ ടു ന്യൂട്രലൈസ് ബേസ്. അതാണ് അസിഡിറ്റി. അസിഡിറ്റി മെയിൻ ആയിട്ട് 2 തരത്തിലുണ്ട്. ഒന്ന് മിനറൽ അസിഡിറ്റി, 2 കാർബോണിക് അസിഡിറ്റി. മിനറൽ അസിഡിറ്റി ഉണ്ടാവുന്നത് pH വാല്യൂ 0 to 4.2 ഇടയിൽ വരുമ്പോഴാണ്. കാർബോണിക് അസിഡിറ്റി 4.2 8.2 റേഞ്ചിൽ pH വരുമ്പോഴാണ് കാർബോണിക് അസിഡിറ്റി വരുന്നത്. ഈ അസിഡിറ്റി മൂലം വാട്ടർ
രണ്ട് ഇൽ എഫക്റ്റ് ഉണ്ടാക്കും. ഒന്ന് കൊറോഷൻ, രണ്ട് ട്യൂബർകുലേഷൻ. രണ്ട് ഇൽ എഫക്റ്റ് ആണ് അസിഡിറ്റി മൂലം ഉണ്ടാകുന്നത്. അസിഡിറ്റി ടൈറ്റോമെട്രി ആണ് അസിഡിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഐ എം ടോക്കിംഗ് അബൌട്ട് ആൽക്കലൈനിറ്റി. ആൽക്കലൈനിറ്റി എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് വാട്ടർ ടു ന്യൂട്രലൈസ് ആസിഡ്സ്. Alkalinity in water is caused by hydroxyl ion, carbonate ion and bicarbonate ion. ഇതിൽ ഹൈഡ്രോക്സിൽ അയോൺ ആൽക്കലൈനിറ്റി കോസ് ചെയ്യണമെങ്കിൽ pH വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 10.2. കാർബണേറ്റ് അയോൺ pH ആൽക്കലൈനിറ്റി കോസ് ചെയ്യണമെങ്കിൽ pH വാല്യൂ ഷുഡ് ബി ലൈ ഇൻ ദ റേഞ്ച് ഇൻ ബിറ്റ്വീൻ 8.2 to 10.2. ബൈകാർബണേറ്റ് കോസ് ചെയ്യണമെങ്കിൽ ആൽക്കലൈനിറ്റി കോസ് ചെയ്യണമെങ്കിൽ pH വാല്യൂ ഷുഡ് ബി ലൈസ് ഇൻ ബിറ്റ്വീൻ 4.2 to 8.2. ആൽക്കലൈനിറ്റി മെയിൻ ആയിട്ട് 3 പ്രോബ്ലംസ് ആണ് ഉണ്ടാക്കുന്നത്. ഒന്ന് സ്കെയിലിംഗ് പ്രോബ്ലം, രണ്ടാമത്തത് ഇൻക്രൂസ്റ്റേഷൻ, അത് ലോസ് ഓഫ് സ്ട്രെങ്ത് ആണ്, ആൻഡ് തേർഡ് കോസ് ഈസ് ഇംപാർട്ട് ബിറ്റർ ടേസ്റ്റ് വാട്ടർ. ആൽക്കലൈനിറ്റി ഈസ് മെഷർഡ് ബൈ ടൈട്രോമെട്രി. സ്റ്റാൻഡേർഡ് ഡ്രിങ്കിംഗ് വാട്ടർ pH value should be lie in between 6.5 to 6.6 to 8.5. പെർമിസിബിൾ ലിമിറ്റ് സ്റ്റാൻഡേർഡ് ഡ്രിങ്കിംഗ് വാട്ടറിൻ്റെ 6.6 മുതൽ 8.5 വരെയാണ്. ഈ ഒരു ലിമിറ്റിനുള്ളിൽ നിന്നാൽ മാത്രമേ നമുക്ക് ആ വെള്ളം ഡ്രിങ്കിംഗ് പർപ്പസിന് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്രയുമാണ് pH നെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.